മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടും പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുന്നതിനായി ഡീനോട്ടിഫൈ നടപടികൾക്ക് പഞ്ചായത്ത് പ്രമേയം പാസാക്കണമെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് മാള പ്രസ് ക്ലബ്ബ് നൽകിയ സ്വീകരണ യോഗത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. മാള കെ കരുണാകരൻ സ്മാരക സ്റ്റേഡിയം വീണ്ടെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് യുവജന കായിക പുരാവസ്തു വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് വ്യക്തമാക്കി. സ്റ്റേഡിയം നിലനിന്നിരുന്ന സ്ഥലം പുരാവസ്തു വകുപ്പ് സ്വമേധയാ ഏറ്റെടുത്തതല്ലെന്നും മാള പഞ്ചായത്ത് പ്രമേയം പാസാക്കി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ നോട്ടിഫൈ ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഉടമസ്ഥാവകാശം പഞ്ചായത്തിന്റെ കൈവശം നിർത്തി എന്നിട്ട് ആർക്കിയോളജിയുടെ പ്രൊട്ടക്റ്റഡ് ലാൻഡിലേക്ക് നോട്ടിഫൈ ചെയ്യിപ്പിച്ചതാണ്. ഞങ്ങളായിട്ട് പോയി കണ്ടെത്തി വന്നതല്ല, മനസ്സിലായി ഞങ്ങളിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് മാറ്റാനുള്ള മാർഗം, മാറ്റാനൊരു മാർഗമുള്ളത് ഡീനോട്ടിഫൈ ചെയ്യണം. ഡീനോട്ടിഫൈ ചെയ്ത് അത്ര എളുപ്പമാണ്, അത് ഒരുപാട് നിയമപ്രക്രിയകളുണ്ട്. പിന്നെ ചെയ്യാൻ സാധിക്കുക പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമാണ്. പഞ്ചായത്ത് ഭരണസമിതി അന്നത്തെ സാഹചര്യത്തിൽ എഴുതി കൊടുത്ത ഈ പറയുന്ന നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതെന്ന് അതിൻ്റെ പഴയ ഉപയോഗിക്കപ്പെട്ട ഭാഗങ്ങളെ സംബന്ധിച്ചും അവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രമേയം പാസാക്കി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ഭാഗികമായി ഡീനോട്ടിഫൈ ചെയ്ത് അവിടെ നിലവിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റേഡിയവും അതോടൊപ്പം തന്നെ ഇൻഡോർ കോർട്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ വേണ്ടി സാധിക്കും. കോടതി വ്യവഹാരത്തിലേക്ക് പോകും. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ഡീനോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാകും. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പഞ്ചായത്തിനെയും സ്പോർട്സിനെയും RKS-ന്റെയും കൂടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിനും കൂടിയിട്ട് ഞാൻ മാളയിൽ തന്നെ യോഗം വിളിക്കും. അപ്പോൾ ആ യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിൽ പഞ്ചായത്ത് സ്വാഭാവികമായിട്ടും അതിന് തയ്യാറല്ല എങ്കിൽ നമുക്ക് സാധിക്കാതെ പോകും. തയ്യാറാവുകയാണെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കാനുള്ള സാഹചര്യം. ഇപ്പോൾ സ്റ്റേഡിയമായി ഉപയോഗിച്ചിരുന്ന ഭാഗമെങ്കിലും ഡീനോട്ടിഫൈ ചെയ്ത് വീണ്ടും കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇതിനായി കായിക പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ ആദ്യഘട്ട യോഗം ചേർന്നതായും തുടർ ചർച്ചകൾ ഉടൻ നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആധുനിക സ്റ്റേഡിയമാക്കി മാറ്റാനാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്ഥലം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലാണെങ്കിലും പുരാവസ്തു വകുപ്പ് നോട്ടിഫൈ ചെയ്ത സാഹചര്യത്തിൽ ഡീനോട്ടിഫിക്കേഷനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്നും പഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചേർന്നുള്ള സംയുക്ത യോഗം വിളിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാള പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി അബ്ബാസ് മാള, EP രാജീവ്, മേഖലാ പ്രസിഡന്റ് PV യശ്പാൽ, ശ്രീധരൻ കടലായിൽ, EC ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ER അഭയ് കൃഷ്ണയെ മന്ത്രി ഉപഹാരം നൽകി അനുമോദിച്ചു. മീഡിയ ടൈം, മാള.